എറണാകുളത്ത് ചോറ്റാനിക്കരയിൽ ഒരു വീട്ടിൽ 19 വയസ്സുകാരിയായിട്ടുള്ള ഒരു പെൺകുട്ടി അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട വിവരം ഇതിനകം നിങ്ങളെല്ലാവരും തന്നെ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ആ പെൺകുട്ടി ഇപ്പോൾ മരണം വരിച്ചിരിക്കുന്നു. അതിക്രൂരമായിട്ടുള്ള പീഡനത്തിനാണ് അത് ശനിയാഴ്ച മുതൽ ഇരയായത്. അതിൻ്റെ ശ്വാസം മുട്ടിക്കാൻ ശ്രമിച്ചിരുന്നു, കൂടാതെ തലക്ക് ചുറ്റിക വെച്ചടിച്ചിരുന്നു. അങ്ങനെ അബോധാവസ്ഥയിൽ ആ പെൺകുട്ടി ഹോസ്പിറ്റലിലായിരുന്നു. പ്രതിയായിട്ടുള്ള അനൂപിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അനൂപ് ഇതൊക്കെ ചെയ്യാനുള്ള ഒരു കാരണം ഈ കോൾ വെയിറ്റിംഗ് വരുമ്പോഴുള്ള സംശയവും മറ്റാരെങ്കിലുമായിട്ട് ബന്ധമുണ്ടായിരുന്നു എന്ന് പറയുന്ന കാരണമാണെന്നൊക്കെ പറയുന്നുണ്ട്. കൂടാതെ അനൂപ് ലഹരി അടിമയായിരുന്നു, ഈ പെൺകുട്ടിക്കും ലഹരി കൊടുത്തിരുന്നു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഈ പെൺകുട്ടി ഒരു പോക്സോ കേസ് തന്നെ അതിജീവിച്ച ഒരാളാണ് എന്നുള്ളതാണ് നമ്മുടെ അറിവ്. പക്ഷേ ആ പെൺകുട്ടിയാണ് ഇന്ന് വലിയ നമ്മളെയൊക്കെ ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ട് ഇന്ന് മരണപ്പെട്ടിരിക്കുന്നത്. ഈ മരണപ്പെട്ടിരിക്കുമ്പോൾ ഈ പ്രതി ഇപ്പോൾ അനൂപ് റിമാൻഡിലാണ്. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ സംഭവിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ചില ആഭാസത്തരങ്ങൾ കൂടി നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത്. അതിലേക്കാണ് ഇനി നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മുടെ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ഒരു വഷളനും അതുപോലെ മെൻസ് അസോസിയേഷൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള ഒരു അജിത് കുമാറും ഇങ്ങനെയുള്ള 2 വഷളന്മാരും പിന്നെ പ്രിയങ്ക എന്ന് പറയുന്ന ഒരു നടിയും കൂടിയിരുന്ന ഒരു പത്രസമ്മേളനം നടത്തുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആ പത്രസമ്മേളനം പ്രിയങ്ക ആദ്യം തന്നെ പറയുന്നത് സ്ത്രീകൾ എപ്പോഴും പുരുഷന്മാരെക്കാൾ താഴെയാണ് എന്നുള്ളതാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഇത്ര താഴെയാണ് എന്നുള്ളതാണ് അവർ കാണിക്കുന്നത്. പിന്നെ അടുത്ത വാചകം അവർ പറയുന്നത് പുരുഷനെ നമുക്ക് അങ്ങനെ കെട്ടിയിടാനൊന്നും പറ്റില്ല, അല്ലെങ്കിൽ നിർബന്ധിച്ച് പ്രഷറൈസ് ചെയ്തൊന്നും അവരെ നിലനിർത്താൻ പറ്റില്ല, പകരം അവരെ സ്നേഹം കൊണ്ട് നമുക്ക് കീഴ്പ്പെടുത്തുക എന്നുള്ളതേ പറ്റുള്ളൂ എന്നുള്ളതൊക്കെയാണ് ഈ മഹതി ഇരുന്ന് ഉദ്ഘോഷിച്ചത്. എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള പ്രബോധനങ്ങൾക്കൊക്കെ കേട്ടിരിക്കേണ്ടി വരുന്ന മീഡിയ പ്രവർത്തകരുടെ ഒരു കഷ്ടകാലം ഓർത്തിട്ടാണ് എനിക്ക് സഹതാപം തോന്നിയത്. കാരണം പ്രിയങ്കയുടെയൊക്കെ മഹത്വചനങ്ങൾ കേൾക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നല്ലോ. പിന്നെ ഇതൊക്കെ പറഞ്ഞെങ്കിൽ പോലും പ്രിയങ്കയുടെ ഇടയ്ക്ക് പിടിവിട്ട് പ്രിയങ്ക ചില സത്യങ്ങൾ കൂടി പറഞ്ഞു പോയി. അത് പ്രിയങ്ക പറഞ്ഞത് ഒരു സ്ത്രീ ഏത് വേഷം ധരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് സ്ത്രീയാണ്, അതിൽ പുരുഷന്മാർക്കൊന്നും അല്ലെങ്കിൽ മറ്റൊരാൾക്കൊന്നും ഒരു അവകാശവുമില്ല, അതുകൊണ്ട് ഞാൻ ഏത് വേഷം ധരിക്കണമെന്ന് ഞാനാണ് തീരുമാനിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞു. അത്രയും നേരം പുരുഷ അസോസിയേഷൻ അനുകൂലമായിട്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഈ കാര്യത്തിൽ ഈ പണി പാളി എന്ന് മനസ്സിലായപ്പോൾ ഉടനെ തന്നെ രാഹുൽ ഈശ്വർ അടുത്തിരുന്ന് തന്ത്രപൂർവ്വം പ്രിയങ്കയുടെ അടുത്തിരുന്ന മൈക്ക് ഇങ്ങോട്ട് മേടിച്ചു. എന്നിട്ട് പറഞ്ഞു പ്രിയങ്ക ഭയങ്കര തഗ് ഡയലോഗുകളുടെയൊക്കെ ആളാണ്, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് മൈക്ക് മേടിക്കണമെന്ന് പറഞ്ഞ് മേടിച്ചു. കാരണം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. കാരണം ഹണി റോസും ബോബി ചെമ്മണ്ണൂരും തമ്മിലുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളിൽ ഹണി റോസിൻ്റെ വസ്ത്രവിധാനങ്ങൾക്കെതിരെ വലിയ തോതിലുള്ള വിമർശനം ഉന്നയിച്ചുകൊണ്ട് പുറത്തേക്ക് വന്ന ഒരാളാണ് രാഹുൽ ഈശ്വർ. അപ്പോൾ രാഹുൽ ഈശ്വറിൻ്റെയൊക്കെ വാദങ്ങൾക്ക് ഘടകവിരുദ്ധമായിട്ടാണ് ഈ പറയുന്ന പ്രിയങ്ക സംസാരിച്ചത്. പക്ഷേ ഏറ്റവും ഒടുവിൽ അവർ പറയുന്നുണ്ട് രാഹുൽ ഈശ്വറൊക്കെ വന്ന് ഏത് ഫംഗ്ഷന് വിളിച്ചാലും ഏത് പരിപാടിക്ക് വിളിച്ചാലും ഞാൻ വരും, കാരണം സ്ത്രീകളുടെ ഭാഗത്ത് മാത്രമല്ല ശരിയുള്ളത്, സ്ത്രീകളൊക്കെ തന്നെ ഒരുപാട് നിയമങ്ങളൊക്കെ ദുരുപയോഗം ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ പുരുഷന്മാരുടെ ഒപ്പം നിൽക്കുമെന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു ചെറിയ അടി രാഹുലിന് കിട്ടി. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്ന പോലെ രാഹുൽ മെൻസ് അസോസിയേഷൻ്റെ നേതൃത്വം ഏറ്റെടുക്കണമെന്ന് കൂടി ഈ പറയുന്ന മെൻസ് അസോസിയേഷൻ്റെ വഷളനും സർവോപരി കോട്ടുധാരിയുമായിട്ടുള്ള അജിത് കുമാറും ഒക്കെ അവിടെ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നു. എനിക്ക് വലിയൊരു കാര്യം കൂടി ഈ പറയുന്ന മെൻസ് അസോസിയേഷനൊക്കെ ഓർമ്മപ്പെടുത്താനുള്ളത്, നിങ്ങൾ പല പരിപാടികളും ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ഇതുപോലെയുള്ള ആളുകൾ ജയിലിന് പുറത്തേക്ക് വരുമ്പോൾ, ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരാണെങ്കിലും നിങ്ങൾ പടക്കം പൊട്ടിക്കാൻ ശ്രമിച്ചിരുന്നു. പിന്നെ നമ്മുടെ ജഡ്ജ് അദ്ദേഹം ഗ്രീഷ്മക്കെതിരെ ഒരു വിധിച്ചിട്ടുള്ള ജഡ്ജിനെ പാലാഭിഷേകം നടത്താൻ നിങ്ങൾ ശ്രമിച്ചിരുന്നു. ഇതുപോലെയുള്ള വേളാങ്കിക്കലൊക്കെ തന്നെ നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ദിലീപിന് വേണ്ടി നിങ്ങൾ വലിയ താല്പര്യത്തോടു കൂടി രംഗത്തേക്ക് എത്തിയിരുന്നു. നിങ്ങളുടെ പല പരിപാടികളൊക്കെ ശാന്തിവിള ദിനേശൊക്കെ വന്ന് ഉദ്ഘാടനം ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ രാഹുൽ ഈശ്വർ ആര് പീഡിപ്പിക്കുന്നോ ആ പീഡിപ്പിക്കുന്നവൻ്റെ ഒപ്പം നിൽക്കുന്ന പണിയാണ് രാഹുൽ ഈശ്വർ എടുക്കുന്നത്. അതിപ്പോൾ ബോച്ചയാണെങ്കിലും ശരി, അല്ലെങ്കിൽ ബോച്ച പീഡിപ്പിച്ചതല്ല, ഒരു ചെറിയ ഭക്ഷണം വർത്താനം പറഞ്ഞതേ അത് വിടാം. ബോച്ചയുടെ ഒപ്പം ആണെങ്കിലും ശരി, അതുപോലെ തന്നെ വിജയ് ബാബുവിൻ്റെ ഒപ്പം ആണെങ്കിലും ശരി, ദിലീപിൻ്റെ ഒപ്പം ആണെങ്കിലും ശരി, രാഹുൽ ഈശ്വറൊക്കെ കൂടെ നിൽക്കാറുണ്ട്. പക്ഷേ എനിക്ക് ഒരൊറ്റ കാര്യമേ നിങ്ങൾ ഉറപ്പെടുത്താനുള്ളൂ, ഇവിടെ ഈ പ്രതി എന്ന് പറയുന്ന അനൂപ് അത്ര വലിയ സാമ്പത്തികമുള്ള ഒരുത്തനല്ല ഈ ചോറ്റാനിക്കര പീഡന കേസിലെ പ്രതി. അതുകൊണ്ട് ആ ചോറ്റാനിക്കര പീഡന കേസിലെ പ്രതിയെ നിങ്ങൾ കൈയൊഴിയരുതേ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇന്ന് വൈകുന്നേരത്തെ ചർച്ചയിൽ തന്നെ രാഹുൽ ഈശ്വറിനെ പോലെയുള്ള ഒരു ആഭാസനും അലവലാതിയും മിക്കവാറും തന്നെ ഇന്നത്തെ ചർച്ചയിൽ തന്നെ വന്ന് ഇവനെ ന്യായീകരിക്കാനുള്ള വാദങ്ങളൊക്കെ ആയിട്ട് വരും. ഇവ ചുറ്റിക വെച്ച് തലക്കടിച്ചത് ശരിയാണ്, പക്ഷെ തല പെൺകുട്ടി മാറ്റേണ്ടതായിരുന്നു.
തല അവിടെ വെച്ചത് പെൺകുട്ടിയുടെ തെറ്റാണെന്നൊക്കെ പറയും. ഇതുപോലെയുള്ള എന്ത് വഷളത്തരവും എന്ത് ആഭാസത്തരവും ഒക്കെ പറയാൻ കഴിയുന്ന ലെവലിലേക്ക് നമ്മുടെ സമൂഹം അധപ്പതിച്ചിരിക്കുന്നു. ഇതിനൊക്കെ സ്പേസ് കൊടുക്കുന്ന ലെവലിലേക്ക് നമ്മുടെ മാധ്യമങ്ങളും ഒക്കെ അധപ്പതിച്ചിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ന് വൈകുന്നേരം തന്നെ മിക്കവാറും അജിത് കുമാറും രാഹുൽ ഈശ്വറും ഒക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ഇതുപോലെയുള്ള പല വേഷം കെട്ടുകളുമായിട്ട് എത്തും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പാലഭിഷേകമൊന്നും നടത്താൻ പറ്റിയില്ല. ഇനി ഇവന് പാലഭിഷേകം നടത്തുമോ അതോ ഇവൻ ജയിലിൽ നിന്ന് വരുമ്പോഴത്തേക്കും ചെണ്ട്, റീത്ത്, മാല ഇതൊക്കെ ആയിട്ട് ഇവർ പടക്കമൊക്കെ ആയിട്ട് കാത്തു നിൽക്കുമോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല. എന്താണെങ്കിലും ശരി, ഇത്തരത്തിലുള്ള ആഭാസന്മാർ കേരളത്തിൽ കൂടിക്കൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ ഇതൊക്കെ തുറന്ന് ധൈര്യപൂർവ്വം പറയാവുന്നൊരു സമൂഹമായി കേരളം മാറിയിരിക്കുന്നു എന്നുള്ളത് അങ്ങേയറ്റം ലജ്ജാകരമായൊരു കാര്യമാണ്. ഇനി ഇതിനേക്കാൾ കൂടുതലുള്ളൊരു മറ്റൊരു കാര്യം കൂടിയുണ്ട്. അത് ഇവരുടെ മെൻസ് അസോസിയേഷൻ രക്ഷാധികാരിയായി ഇവരൊരാളെ കണ്ടെത്തിയിട്ടുണ്ട്. അത് എൽദോസ് കുന്നപ്പള്ളിയാണ്. എൽദോസ് കുന്നപ്പള്ളി എന്തുകൊണ്ട് രക്ഷാധികാരിയാക്കി എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. കാരണം എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ വലിയൊരു ലൈംഗിക ആരോപണം വന്നതാണ്. പിന്നെ അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ചില ഡാൻസുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. ആ കണ്ടിട്ടുള്ള ഡാൻസ് എന്ന് പറയുന്നത്, ഇദ്ദേഹം ഡാൻസ് കളിച്ചുകൊണ്ട് ഒരു സ്ത്രീയുടെ അടുത്തേക്ക് ചെല്ലുകയും അവർ ഡാൻസ് കളിച്ചുകൊണ്ട് തന്നെ ഓടിക്കളയുകയും ഒക്കെ ചെയ്യുന്ന ഒരു രംഗം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അത്തരത്തിൽ തീർച്ചയായിട്ടും ഇവരുടെ ഒരു രക്ഷാധികാരിയാകാൻ എന്തുകൊണ്ടും സർവ്വതാ യോഗ്യനാണ് നമ്മുടെ എൽദോസ് കുന്നപ്പള്ളി എന്നുള്ളത് തെളിയിച്ചിട്ടുണ്ട്. പിന്നെ ഇതിനേക്കാളൊക്കെ വലിയ പാതകം അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അത് അദ്ദേഹം ചില കവിതകൾ എഴുതിയിട്ടുണ്ട് എന്നുള്ളതാണ് എൽദോസ് കുന്നപ്പള്ളി. അതിൻ്റെ ഒരു വരി ഞാൻ നിങ്ങളോട് പറയാം. ആ വരി എന്ന് പറയുന്നത്, വഞ്ചകി എന്ത് കൊഞ്ചലാണ് നിനക്കെന്നാണ്. എന്ന് പറഞ്ഞാൽ വഞ്ചകി എന്ത് കൊഞ്ചലാണ് നിനക്കെന്നുള്ളത് പാടിയിട്ടുള്ള വീഡിയോ ക്ലിപ്പ് കൂടിയുണ്ട്. അതപ്പോൾ കിട്ടണമെങ്കിൽ അതിനകത്ത് കാണിക്കാം, അല്ലെങ്കിൽ നിങ്ങളൊന്ന് കേൾക്കേണ്ടതാണ്. അപ്പോൾ ഇതുപോലെയുള്ള ആളുകൾക്കൊന്നും നമ്മുടെ നാട്ടിൽ പഞ്ഞമില്ലാതായിരിക്കുന്നു. ഇനി എൽദോസ് കുന്നപ്പള്ളി ഈ മെൻസ് അസോസിയേഷൻ്റെ ഡിമാൻഡ് ഒരു പുരുഷ കമ്മീഷൻ നിയമിക്കണമെന്നാണ്. അത്തരത്തിലുള്ള ആഭാസങ്ങളും വേളാങ്കിത്തരങ്ങളും ഒക്കെ ഇനി നിയമസഭയിൽ കൂടി എൽദോസ് കുന്നപ്പള്ളി ഉന്നയിക്കുമെന്നാണ് കേൾക്കുന്നത്. ഇനി മരിക്കുന്നതിന് മുമ്പ് എന്തൊക്കെ കാണേണ്ടി വരും എന്നുള്ളത് നമുക്കറിയില്ല. എന്താണെങ്കിലും നേരത്തെ വന്ന പ്രളയവും കോവിഡും പോലെ അതിനേക്കാൾ വലിയ ദുരന്തങ്ങളെ മലയാളി സമൂഹം ഇപ്പോൾ സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റൊന്നും പറയാനില്ല. ഇനി വരുന്നിടത്ത് വെച്ച് കാണാം.